നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹമാസ് തീവ്രവാദികൾക്ക് അന്ത്യശാസനവുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് മുഴുവൻ ബന്ദികളെയും ഹമാസ് വിട്ടയക്കണം, ഇല്ലെങ്കിൽ ഹമാസിനെ ഞാൻ നരകത്തിലയക്കും. ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത തിരിച്ചടിയാണ് ഹമാസിനെ കാത്തിരിക്കുന്നത്. അതിശക്തമായ വാക്കുകളിലാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അമേരിക്കൻ ഇസ്രയേൽ പൗരത്വമുള്ള സൈനികൻ ഒമർ മാക്സിം ന്യൂട്രയുടെ മരണവാർത്ത പുറത്തുവന്നതിന് തൊട്ടുപിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ രൂക്ഷ പ്രതികരണം. 2 ദിവസം മുൻപ് ഹമാസ് ഭീകരർ തങ്ങളുടെ തടവിൽ കഴിയുന്ന ഇസ്രയേലി ബന്ദികളുടെ അതിദയനീയമായ അവസ്ഥ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. അമേരിക്കൻ ഇസ്രയേൽ പൗരത്വമുള്ള ബന്ദി എദൻ അലക്സാണ്ടർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന വീഡിയോ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി ഹമാസിനെ കാത്തിരിക്കുന്നുവെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഗാസ മുനമ്പിൽ ഇസ്രായേൽ യുദ്ധം തുടങ്ങി ഇത് 424-ാം ദിവസം. അതിശക്തമായ മുന്നറിയിപ്പ് ഡൊണാൾഡ് ട്രംപ് നൽകിയതോടെ ശക്തമായ നീക്കങ്ങളാണ് IDF ഗാസയിൽ നടത്തുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ നടന്ന റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിൽ വെച്ച് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ട്രംപ് സമാനമായ ഭീഷണി മുഴക്കിയിരുന്നു. ഇപ്പോൾ ശക്തമായ ഭാഷയിലാണ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലാണ് അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ മുന്നറിയിപ്പ്. ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ അമേരിക്കൻ ഇസ്രയേൽ ബന്ദിയായ ഒമർ ന്യൂട്ര കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ രൂക്ഷമായ മുന്നറിയിപ്പ്. മൃതദേഹം ഇപ്പോഴും ഗാസയിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം IDF പറഞ്ഞത്. എല്ലാവരും മിഡിൽ ഈസ്റ്റിൽ വളരെ അക്രമാസക്തമായും മനുഷ്യത്വരഹിതമായും ലോകത്തിന്റെ മുഴുവൻ ഇഷ്ടത്തിന് വിരുദ്ധമായി തടവിലാക്കപ്പെട്ടിരിക്കുന്ന ബന്ദികളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതൊക്കെ സംസാരം മാത്രം, നടപടിയില്ല. ട്രംപ് ട്രൂത്തിൽ കുറിച്ച വാക്കുകൾ: യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഏറ്റവും നീണ്ടതും നിലയുറപ്പിച്ചതുമായ ആക്രമണമാണ് അവരെ കാത്തിരിക്കുന്നത്. ഹമാസിന് നേർക്ക് ചൂണ്ടുവിരൽ ഉയർത്തിയ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകൾക്ക് കൂടുതൽ തീഷ്ണതയുണ്ട്. തന്റെ പ്രസിഡന്റ് ക്യാമ്പയിനിലുടനീളം ട്രംപ് ബന്ദികളെ മോചിപ്പിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിരുന്നു. ജനുവരി 20-ന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ ജോലി തീർത്തേക്കണമെന്ന് നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനോടും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഗസയിൽ ബന്ദികളാക്കപ്പെട്ടവരിൽ പകുതി പേർ മാത്രമേ ഇപ്പോൾ ജീവനോടെ ശേഷിക്കുന്നുള്ളൂ എന്ന് ഇസ്രായേൽ ഇന്റലിജൻസ് വിഭാഗം കരുതുന്നു. അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾക്ക് ഇത്ര മൂർച്ച വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ഫ്ലോറിഡയിലെ ഗോൾഫ് റിസോർട്ടിൽ ഞായറാഴ്ച രാത്രി അത്താഴ വിരുന്നിനെത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിന്റെ ഭാര്യ സാറ നെതന്യാഹു. ജനുവരി 20-ന് മുൻപായി ഗസയുമായി ഒരു കരാർ ഉറപ്പിക്കാൻ ഔട്ട് ഗോയിങ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നുവെന്നാണ് ജോ ബൈഡൻ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് എല്ലാ ക്രെഡിറ്റും എടുത്തോട്ടെ എന്നും ജോ ബൈഡൻ കൂട്ടിച്ചേർത്തിരുന്നു. കഴിഞ്ഞയാഴ്ച ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ നിലവിൽ വന്ന വെടിനിർത്തലിനെ തുടർന്ന് ഹമാസുമായി ഒരു വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾ അമേരിക്ക തുടങ്ങിവെച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കൈറോയിൽ വെച്ച് നിരവധി തവണ നയതന്ത്ര പ്രതിനിധികൾ കൂടിയാലോചനകൾ നടത്തി. തുർക്കി, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് ഒരു സമവായത്തിനുള്ള ശ്രമമാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. യുദ്ധം ശാശ്വതമായി നിർത്തണമെന്നതാണ് ഹമാസിന്റെ ദീർഘകാലമുള്ള ആവശ്യം. ബാക്കിയുള്ള എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതിന് പകരമായി ഗസയിൽ നിന്ന് എല്ലാ IDF സേനകളെയും പിൻവലിക്കണമെന്ന് നേരത്തെ ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ഹമാസ് തങ്ങളുടെ ആവശ്യങ്ങളിൽ ചില മയപ്പെടുത്തലുകൾ നടത്തി. നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്ന തീവ്ര വലതുപക്ഷം പക്ഷേ കടുത്ത നിലപാടുകൾ തന്നെയാണ് നെതന്യാഹുവിന് മുന്നിൽ ഉയർത്തിയിരിക്കുന്നത്. IDF സേനയുടെ ഗസ മുനമ്പിലെ സാന്നിധ്യം പൂർണ്ണമായി അവസാനിപ്പിക്കരുത്. ഗാസ സുരക്ഷിത മേഖലയായി ഇസ്രായേൽ നിലനിർത്തണം. പൂർണ്ണമായ വെടിനിർത്തൽ ഹമാസുമായി ഏർപ്പെട്ടാൽ അത് ഹമാസിനെ പുനഃസംഘടിപ്പിക്കാൻ ഇടവരുത്തും. ഭാവിയിൽ ഇസ്രായേലിനെതിരെ വീണ്ടും കരുത്തോടെ അവർ ആക്രമണത്തിന് മുതിരും. എന്നാൽ ആവശ്യമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും IDFന് ഗാസയിലേക്ക് മടങ്ങാമെന്നതാണ് ഈ കരാറിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. ലെബനൻ വെടിനിർത്തൽ കരാറിന് തൊട്ടുപിന്നാലെ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഹമാസ്. അതിനിടയിലാണ് ഒരു ബന്ദിയുടെ ദയനീയ വീഡിയോയുമായി അവർ രംഗത്തെത്തിയത്. തിങ്കളാഴ്ച ഇസ്രായേൽ മരണം പ്രഖ്യാപിച്ച അമേരിക്കൻ ഇസ്രായേൽ ബന്ദിയായ ഒമർ ന്യൂട്രയുടെ കുടുംബം വാക്കുകൾ മാത്രം തങ്ങൾക്ക് ആശ്വാസമാക്കില്ല,
നടപടിയാണ് ആവശ്യമെന്ന് അമേരിക്കയോടും ഇസ്രായേലിനോടും ആവശ്യപ്പെട്ടു. ബാക്കിയുള്ള ബന്ദികളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ അമേരിക്കൻ ഭരണകൂടത്തോടും ഇസ്രായേൽ ഭരണകൂടത്തോടും അവർ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് ജോ ബൈഡനും നിയുക്ത പ്രസിഡന്റ് ട്രംപുമായി കൂടിയാലോചനകൾ നടത്തി ഇസ്രായേൽ ഗവൺമെന്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. 21-കാരനായ ക്യാപ്റ്റൻ ഒമർ മാക്സിം ന്യൂട്രയുടെ മരണം IDF തിങ്കളാഴ്ചയാണ് പ്രഖ്യാപിച്ചത്. 7ാം കവചിത ബ്രിഗേഡിന്റെ 77ാം ബറ്റാലിയന്റെ ടാങ്ക് പ്ലാറ്റൂൺ കമാൻഡറായിരുന്നു ന്യൂട്ര. ഒമർ ന്യൂട്ര ബന്ദിയാക്കപ്പെട്ടവരിൽ ജീവിച്ചിരിക്കുന്നുവെന്നാണ് പൊതുവെ ധാരണ പടർന്നത്. ന്യൂട്രയുടെ മാതാപിതാക്കളായ റോണനും ഓർണയും തങ്ങളുടെ മകന്റെയും ഗാസയിൽ കഴിഞ്ഞ 14 മാസമായി തടവിലാക്കപ്പെട്ട എല്ലാ ബന്ധുക്കളുടെയും വക്താക്കളായി മാറി. പലപ്പോഴും പല പൊതുപരിപാടികളിലും അവർ പങ്കെടുത്തു. ജെറുസലേമിലെയും വാഷിംഗ്ടണിലെയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരെ അവർ നിരന്തരം കണ്ടു. ബന്ദിയാക്കപ്പെട്ട യദാൻ അലക്സാണ്ടർ താനും തന്റെ സഹബന്ദികളും അനുഭവിക്കുന്ന നരകയാതനയെ ഇക്കഴിഞ്ഞ ദിവസം ഹമാസ് പുറത്തുവിട്ട ഒരു വീഡിയോയിലൂടെ വിവരിച്ചിരുന്നു. അവരുടെ മോചനത്തിനായി അപേക്ഷിക്കുകയും ചെയ്തു. ഹമാസ് നാടകീയമായി പുറത്തുവിട്ട ഈ വീഡിയോ അവർക്ക് തന്നെ തിരിച്ചടിയായി. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അമേരിക്കയിൽ കടുത്ത തോതിൽ വിമർശനങ്ങൾ ഉയരുന്നത്. ഒക്ടോബർ 7-ന് ഗാസ അതിർത്തിക്കടുത്തുള്ള നിരീവിൽ നിലയുറപ്പിച്ച ഗോലാനി ബ്രിഗേഡ് സൈനികനായ അലക്സാണ്ടറിനെ ഹമാസ് തട്ടിക്കൊണ്ടുപോയി. അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ന്യൂട്രയും അലക്സാണ്ടറും അമേരിക്കൻ പൗരന്മാരായ ഇസ്രയേലികളായിരുന്നു. യഹൂദ ജനതയുടെ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കാൻ തങ്ങളുടെ ജീവിതം മാറ്റിവെച്ച് ഇസ്രായേലിലേക്ക് വന്നവർ. ന്യൂയോർക്കിലെ മാൻഹട്ടനിൽ ജനിച്ച് ലോങ് ഐലൻഡിൽ വളർന്നു ന്യൂട്ര. ഇസ്രായേലിൽ 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം IDF-ൽ ചേർന്നു. ടെല്ലവീവിലാണ് അലക്സാണ്ടർ ജനിച്ചത്. ന്യൂജേഴ്സിയിലെ ടെപ്നാനിയിൽ വളർന്നു. 2022-ൽ ഹൈസ്കൂൾ ബിരുദം നേടിയതിനു ശേഷം ഗൊലാനിയിൽ തിരിച്ചെത്തി. മറ്റ് 5 US പൗരന്മാരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോഴും അവർ ജീവനോടെയുണ്ട് എന്ന് കരുതപ്പെടുന്നു. ഇതാണ് അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന്റെയും വൈകാരികതയുടെയും തലങ്ങൾ. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന് ഈ വിഷയത്തിൽ മുഖം തിരിക്കാൻ കഴിയില്ല. പക്ഷെ ട്രംപ് ഇവിടെ പുലർത്തുന്നത് സമാനതകളില്ലാത്ത കരുത്താണ്. ശക്തമായ പ്രവർത്തനങ്ങൾക്കുള്ള സമയമാണിത് എന്ന് ജോ ബൈഡൻ മനസ്സിലാക്കുന്നു. പന്ത് ഡൊണാൾഡ് ട്രംപിന്റെ കോർട്ടിലിട്ട് അതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായി ഡൊണാൾഡ് ട്രംപ് അടിച്ചെടുക്കാതിരിക്കാൻ ഇപ്പോൾ ജോ ബൈഡൻ ശക്തമായ ചില സമ്മർദ്ദങ്ങളും പയറ്റുന്നു. വടക്കൻ ഗാസയിൽ വീടുകൾ ലക്ഷ്യമിട്ട് ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം അതിശക്തമായ ആക്രമണം നടത്തി. ബെയ്ത്ത് ലാഹിയയിൽ ഒരു വീടിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ 15 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. മേഖലയിൽ നിലവിൽ പ്രവർത്തനക്ഷമമായ 3 ആശുപത്രികളും പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞു എന്ന് അധികൃതർ പറയുന്നു. 2 മാസത്തിനിടയിൽ വടക്കൻ ഗസയിൽ മാത്രമായി 3700 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. യുദ്ധത്തിൽ അംഗഹീനരായ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത് ഗസയിലാണ് എന്ന് UN മേധാവി അന്റോണിയോ ഗുട്ടറസ് പറയുന്നു. ഒട്ടേറെ കുട്ടികൾക്ക് കൈകാലുകൾ നഷ്ടമായി. വേദനയുടെ ദുരന്തങ്ങളുടെ കഥകൾ തന്നെയാണ് ഇപ്പോഴും ഗസ മുനമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. എന്നാൽ ബന്ദികളെ വീണ്ടെടുക്കാൻ ഏത് യുദ്ധതലത്തിലേക്കും കടക്കാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ IDF. വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ ഇനി വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു കൈക്കൊണ്ടിരിക്കുന്നത്. അതിന് കൂടുതൽ കരുത്തു പകരുന്നതാവട്ടെ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളും. ജോ ബൈഡനും ട്രംപുമൊക്കെ കട്ടയ്ക്ക് നിൽക്കുന്നു. ഇസ്രായേൽ അമേരിക്കൻ പൗരന്മാരായ ബന്ദികളെ ഇപ്പോഴും തടവിൽ വച്ചിരിക്കുന്ന ഹമാസിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളും അമർഷവുമാണ് അമേരിക്കയിൽ പതഞ്ഞു പൊങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വികാരങ്ങൾ കാണാതിരിക്കാൻ ട്രംപിനും ബൈഡനും കഴിയില്ല. നെതന്യാഹുവിന് പൂർണ്ണ പിന്തുണ ഹമാസിനെതിരെയുള്ള യുദ്ധത്തിന് പിന്നിൽ നൽകുന്നതിന് കാരണവും ഇതുതന്നെ. ഇപ്പോൾ സമാനതകളില്ലാത്ത കനത്ത ആക്രമണത്തിനും അന്തിമ യുദ്ധത്തിനുമുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ സൈന്യം, പ്രത്യേകിച്ച് IDF. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.